അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. വൈകുന്നേരം ആവശ്യം 4 മണി കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ 4 മണി കഴിഞ്ഞു. കുറച്ച് നേരം ഒന്ന് കിടന്നു, ഒരു കട്ടൻ കുടിച്ചു. 4 മണിയാണ്. കട്ടൻ ചായ കുടിച്ചിട്ട് നീറ്റണം കേട്ടോ. അപ്പോൾ ഇന്നലെ രാജേട്ടൻ കൊണ്ടുവന്നു നമ്മളെ പുഴക്കിഴങ്ങില്ലേ, കപ്പ. അപ്പം ഇതെന്ത് വിചാരിച്ചു, പുഴുങ്ങാൻ വിചാരിച്ചിട്ട്. വേവൂന്ന് സംശയമുണ്ട്. കാരണം നമുക്ക് നേരെ വെക്കുമ്പോൾ ചിലതിന് ഭയങ്കര പൊടി ഉണ്ടാവും. പൊടി കുറച്ച് കമ്മിയുള്ള പോലെ ഉണ്ട്. എന്നാലും പുഴുങ്ങി നോക്കാം. പുഴുങ്ങിയിട്ട് കുറേ ആയിട്ടാണ് നമ്മൾ കുറേ ഇവിടെ ഇപ്പം ഉണ്ടാക്കുമ്പോൾ ഒറ്റ പോലെയല്ലേ. അപ്പം അതിന് മത്തിക്കറി മത്തിയുണ്ട്, അത് ഉണ്ടാക്കാതിരിച്ചു. അപ്പം നമുക്ക് രണ്ടൊന്നും ഇവിടെ ചൂടാവട്ടെ വെച്ചിട്ട് നിന്നാണ്. ചട്ടി ഇല്ലേ, മൺചട്ടി വെച്ചാൽ അത് ചൂടായി കഴിഞ്ഞാൽ നന്നായി ചൂടായിക്കോളും. അപ്പോൾ അതെന്താ തൊലിയോ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ചട്ടിനെ അടുപ്പിച്ചു. ഇന്നലെ നേരൊക്കെ നമ്മൾ വെച്ചതായിരുന്നു കേട്ടോ. ഇന്നലെ നേരൊക്കെ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണ്. അപ്പം അതുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിവിടെ കിടന്നാവുമ്പോൾ നമുക്കെന്ത് ചെയ്യാം, കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ. അടച്ചിട്ട് ഇനി ഒക്കെ അടുപ്പത്തന്നെ എടുക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. പണികളത്തായി കഴിഞ്ഞ് ചോറ് വെക്കണം, ചുക്കവെള്ളം വെക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ കൂടെ ഇവിടെ റെഡി ആവട്ടെ. തിരുമ്പലൊക്കെ അമ്മൂസ് കഴിച്ചിട്ടുണ്ട്. രാവിലെ തിരുമ്പൽ കഴിഞ്ഞിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഉച്ചയ്ക്ക് കുറച്ചൊന്ന് മഴ പെയ്തു കുറച്ച് നേരം. അപ്പോൾ ഇനി തിരുമ്പാൻ വല്ലാണ്ടൊന്നുമില്ല. ഇനി ഇങ്ങനെയുള്ള പരിപാടികൾ കുറച്ചുണ്ട്. അപ്പം ഇതാവട്ടെ, പിടിക്കും. കോള ആയിട്ടുണ്ട്. ചോട് പക്ഷേ ചിലത് നല്ലോണം പന്തതുണ്ട് കേട്ടോ. ചിലത് വേവാൻ കുറച്ചൊരു പാടുണ്ടാവും. അപ്പോൾ ഏതാണ് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ടുള്ള കറി, അതിലേക്ക് വൈകുന്നേരത്തേക്കുള്ള ചോറിനും കൂടെ ഉള്ള കറിയൊക്കെ വെക്കണേ. ഇവിടെ വെളിച്ചെണ്ണയിൽ ഉലുവ പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ വാട്ടി വയ്ക്കുക. ഇന്നലെ തന്നെ രാത്രി ഇതൊക്കെ സെറ്റാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അല്ലേ, ചെറുള്ളിയൊക്കെ അത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ എന്നേക്ക് ഉണ്ടാക്കാൻ വെച്ചിട്ട് അപ്പോൾ പുകയുണ്ടാ മീനെടുത്ത് വെച്ചേട്ടോ. എന്താ അറിയോ, ഇനി അത് കൊണ്ടുവന്ന് കിട്ടുമ്പോഴേക്കും കുറേ സമയമാവും. പണി മാറ്റി വന്നൊക്കെ ആകുമ്പോഴേക്കും. അപ്പം ഞാൻ അതിന് കുറച്ചാണ് മാറ്റി വെച്ചു. ഇതൊക്കെ പൊട്ടി കുറച്ച് മതി കറിയില്ല അല്ലേ. കറിവേപ്പില ഇതാണ്. വഴറ്റി എടുക്കട്ടെ. തക്കാളി ഇടാം. ഒക്കെ പാടെ ഒരുമിച്ച് എടുത്തോണ്ട് കഴിച്ച് അടുപ്പത്താകുമ്പോഴേ ഒക്കെ വേഗം ആയിപ്പോയി. അപ്പോൾ കൂടെ വേറെ നോക്കാൻ പറ്റില്ല. എന്നാലും ഞാനങ്ങനെയൊക്കെ ആക്കിയപ്പോൾ വേഗം വളർന്നു. കാരണം അടുപ്പ് നല്ല ചൂടാകുമ്പോഴേ വേഗം ഉണ്ടനാവാൻ. എന്നാൽ പിന്നെ കറുപ്പങ്ങി വേഗം കഴിയും. നമ്മുടെ മുളകാത് പച്ചമുളക് നല്ല പോലെ വാർത്ത. ഞാനവിടെ മീനുണ്ടല്ലോ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ ഇന്നലെ മേടിച്ചില്ലേ. അതിപ്പോൾ ഈസറിലൊക്കെ വെച്ച് മസാലയൊക്കെ ഇങ്ങനത്തേതായിട്ടുണ്ട്. ഐസും കട്ട അതിലിപ്പോൾ ഉടയോ എന്തോ കുറച്ച് തന്നെ ശരിയാക്കൂടേ. ഇത് കല്ല് പോലെ ഉണ്ടടാ. ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ ഇതിൽ മസാലയുണ്ട്. കുറച്ചേരം ഇരുന്നാൽ ശരിയാവും. അതൊക്കെ ഇതൊക്കെ വെന്ത് പുളിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പുളിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പുളിയൊക്കെ ഒഴിച്ച് സെറ്റാകുമ്പോഴേക്കും ഇത് ശരിയാവുമെന്ന് വിചാരിക്കണല്ലേ. അവന് വേഗം കറി വെക്കട്ടെ കേട്ടോ. കറി ശരി. മീൻ കറി റെഡിയായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടച്ചു വെക്കാനേ ചെറിയ പാത്രം കൊണ്ട് പൂവ് വെച്ചിട്ട് കഴുകാനുള്ളതൊക്കെ ഫുള്ള് ഇവിടെ വയ്ക്കുന്നുണ്ട്. ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കറി ആയിക്കഴിഞ്ഞാൽ ചുക്കവെള്ളം വെക്കണം കേട്ടോ. ചെമ്പ് ചുക്കവെള്ളത്തിനുള്ള വെള്ളം വെച്ചിട്ട് അത് വെക്കണം. ഒക്കെ വേഗം വേഗം ആക്കാച്ചിട്ടേ. ഇത് നമുക്ക് പൂളേക്ക് കൊടുക്കാം. മറ്റേ ഇതിലേക്ക് ചോറിന് ഒരു പാലിനൊന്ന് പോയി വരണം. എരിവുണ്ട്. പാലിനും കൂടെ ഒന്ന് പോയി വരണം. അപ്പം അതെങ്ങനെ വാങ്ങാം. തീനൊന്നും അങ്ങോട്ട് മാറ്റിക്കാം. നല്ല ചൂടാട്ട അടുപ്പ്. മറ്റേ വിറകും പാടാണ്ട് കത്തിപ്പിടിക്കും. ആണോ? ഇല്ല
ചുക്കുവെള്ളം. എന്നിട്ട് ചുക്കുവെള്ളം ആവട്ടെ. പൊടി ഇട്ടിട്ടുണ്ട് അതിൽ, മറ്റേ ചുക്കുവെള്ളം അതൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു വലിയൊരു കൊള്ളി കത്തുമെന്ന് വിചാരിക്കുന്നു. കനുള്ള കൊള്ളിയാണ്. അവിടെ കിടന്നോട്ടെ. ഞാൻ പാലിനൊക്കെ പോകുമ്പോഴേക്കൊക്കെ താഴ്ക്കോളും. അവിടെ മീൻകറി ഉള്ള കൊണ്ടയ്ക്കാം അല്ലേ. മത്തിക്കറി കരിമയാണ് മൊത്തം. കയ്യൊക്കെ അത് മുഖത്തൊക്കെ തുടക്കുകയും ചെയ്യുന്നത്. എല്ലാം അവിടെ കൊണ്ടയ്ക്കട്ടെ. എണ്ണ കാച്ചിയത് ഒഴിച്ചിട്ടില്ല കേട്ടോ. എണ്ണ കാച്ചി വെച്ചിട്ട് കഴിക്കാൻ തുടങ്ങി പുറത്തേക്ക് ഇടാം. ഇവിടുത്തെ കളർ അതൊക്കെ ഒരു കളറാവും. ഇതിന് കുറേ ദിവസമായി കാച്ചണം വിചാരിക്കും, പക്ഷെ മറക്കലാണ്. നമുക്ക് താരനൊക്കെ പോകാനും എപ്പോഴും പറയാറുണ്ട് നല്ലൊരു ഇതാണ്. പക്ഷേ നമ്മളെ കുപ്പി ഉണ്ടാക്കി കുപ്പി എന്തൊക്കെ എഴുതിയിട്ട് മതി കഴിഞ്ഞാൽ ഇതിലുണ്ട് കുറച്ച്. എന്താ നല്ല വിളിച്ചല്ലേ? ആണോ? ഇതിലൊഴിച്ചേക്കണം. എന്നാ പാലിൽ പോയിട്ട് കേട്ടെന്നാ. ഇങ്ങനെ നമ്മളെ പാലിൽ പോയി വന്ന് പാല് ഞാൻ അങ്ങനെ കാച്ചി വെച്ചു കേട്ടോ. പാല് കാച്ചി വെച്ചു. ചായ അത് അടച്ചു വെക്കണം. രാജേട്ടനെ പണി മാറ്റി വരുമ്പോഴേക്കും ചായ വന്നാൽ ഇനി നേരം ഉണ്ടാവില്ല. ഉണ്ടാക്കുമ്പോഴേക്കും നേരം ഉണ്ടാവില്ല. അപ്പോൾ അത് അടച്ചു വെക്കണം. ഇവിടെ പൂള ചിലത് വന്നിട്ടില്ല കേട്ടോ. ചിലത് നല്ലപോലെ വന്നിട്ട് ഇത് വന്നിട്ടില്ല. ഞാൻ കഴിക്കാം. ഇതൊക്കെ നല്ല വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വന്നിട്ടുണ്ട്. കൂടുതൽ കഴിക്കില്ല, കുറച്ചേ കഴിക്കുന്നുള്ളൂ കേട്ടോ. എന്താ പറയുക, ഗ്യാസല്ലേ, കുറച്ച് കഴിക്കാല്ലേ. ചാടിക്കട്ടെ. അപ്പൂസ് കഴിക്കുന്നുണ്ട്. നമ്മളെ അതിലിടയ്ക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു കേട്ടോ. തോരട്ട കണ്ട നിറയെ തോരട്ടെടുത്ത് കൂടെയൊക്കെ നമ്മൾ വാർപ്പിൻ്റെ മേലുള്ള തക്കാളിയൊക്കെ കുറേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ വെണ്ട കുഴിച്ചിട്ടു. കുറേ ഉത്തരത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് പണി. പിന്നെ ഇപ്പോൾ വന്നിട്ട് അരിയിട്ടത് കേട്ടോ. എന്താ വെച്ചാൽ തിളച്ചിട്ടുണ്ട്. നമ്മളെ വേണം അരിയാണ്. അപ്പം ഞങ്ങനെ കിടന്നയക്കോളൂ. കറി ഉണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത് നമ്മൾ എന്താ വെക്കുകയെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് ഒന്നും വെക്കണില്ല. മുതലുണ്ടാവുമ്പോൾ എനിക്ക് ഉപ്പേരി ഉണ്ടാക്കാം. പിന്നെ കുക്കറിലവിടെ വേഗം ഉണ്ടാക്കാം. അപ്പം ഇനി ഇങ്ങനെ ചോറോടെ കിടന്നാവട്ടെ. ഞാനപ്പോഴേക്ക് നനഞ്ഞ് ആകെ പിണ്ടിയില്ല. ഒന്ന് മേലെ കയറ്റേ. ചോറിലേക്ക് ആ മീൻകറി ഉണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത് ഞങ്ങൾ മുട്ട അല്ലേ, കോഴിമുട്ട. അത് നമ്മൾ ഉള്ളി തക്കാളി ഒക്കെ പച്ചമുളകും ഒക്കെ കൂടെ വാട്ടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ടു. അങ്ങനെ മതി പറഞ്ഞു. അപ്പൂസ് കഴിക്കില്ല. അപ്പം ഇനി ഇഷ്ടോ കഴിക്കില്ല. ചോറുണ്ടാവാൻ ചോദിച്ചില്ല. ഇതായിട്ട് വേണം കൊടുക്കാൻ. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷം നിർത്തുക കേട്ടോ. ഇതായി കഴിഞ്ഞ് ചോറുണ്ട് പാത്രങ്ങളിൽ ഇറക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈവനിങ് വിശേഷം, രാത്രി ഒക്കെ വിശേഷങ്ങളായിട്ടാണ്. ബൈ.